ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. എരിഹോ മതിലും അത്ഭുതങ്ങൾ നടക്കും. എരിഹോ മതിലും അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷമകലർത്തുമെന്നേ ക്ഷേമമായി പോറ്റിടുന്നു. ക്ഷമകലർത്തുമെന്നേ ക്ഷേമമായി പോറ്റിടുന്നു. യേശുവിൻ കരുതലിനാം സ്തുതികൾ മുഴക്കിടാം. യേശുവിൻ കരുതലിനാം സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ശോകത്തിൽ നിന്നും എന്നെ സന്തോഷപൂർണ്ണനാക്കും. ശോകത്തിൽ നിന്നും എന്നെ സന്തോഷപൂർണ്ണനാക്കും. ദേശത്തിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്തും. ദേശത്തിൽ നിന്നും എന്നെ കരം പിടിച്ചുയർത്തും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. യിരെമ്യാവിന്റെ പുസ്തകം 29:13 വാക്യം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ
നിങ്ങൾ എന്നെ കണ്ടെത്തും. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അന്വേഷിച്ചത് കണ്ടെത്തിയോ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പികളെ ദൈവം അന്വേഷിക്കുന്നു. ദൈവം അന്വേഷിക്കുന്നത് തന്നെ കണ്ടെത്തുവാൻ ജാഗ്രതയോടെ അന്വേഷിക്കുന്ന മനുഷ്യരെയാണ്. മനുഷ്യനും അന്വേഷണത്തിലാണ്. ഒരു കൂട്ടം മനുഷ്യർ ലോകത്തിലുള്ളത് പലതും അന്വേഷിച്ചു നടക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ ദൈവത്തെ കണ്ടെത്തുവാനുള്ള അന്വേഷണത്തിലാണ്. അതിൽ ചെറിയ ഒരു കൂട്ടം ദൈവവാഗ്ദത്തം പോലെ തന്നെ ദൈവത്തെ കണ്ടെത്തുന്നു. ബാക്കി കൂട്ടർ അന്വേഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. കാരണം അവരുടെ അന്വേഷണത്തിൽ ദൈവത്തെ കണ്ടെത്തത്തക്ക നിലയിലുള്ള ഏകാഗ്രതയോ ശ്രദ്ധയോ അവരിൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ദൈവത്തെ കണ്ടെത്തുവാൻ എങ്ങനെ അന്വേഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു എന്നത് നേരാണ്, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അല്ല. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതായത് നിങ്ങൾക്കൊരു വിജയം ഉണ്ടെന്ന് ദൈവം പ്രിയരെ ഓർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അന്വേഷണം എങ്ങനെയുള്ളത് എന്ന് നിങ്ങൾ പരിശോധിച്ച് അറിയേണ്ടതല്ലേ? എന്തിനു വേണ്ടിയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭാവി കാലം എങ്ങനെയുള്ളതായിരിക്കും? മക്കളുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? എത്ര കാലം കൂടി ആയുസ് ഉണ്ടാകും എന്നതൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണോ? അതറിയാൻ വേണ്ടി പ്രവാചക ശബ്ദങ്ങൾക്കായി കാത്തിരിക്കുകയും പ്രവാചകരെ തേടി നടക്കുകയും അത് ദൈവം പറഞ്ഞതാണ് എന്ന രൂപത്തിലും ഭാവത്തിലും കേൾപ്പിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ദൈവത്തെ കണ്ടെത്തി, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് ആശ്വസിച്ച് സംതൃപ്തി അടയുന്നതിനുള്ള അന്വേഷണമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതോ യഥാർത്ഥ ദൈവിക സംസർഗം അനുഭവിക്കേണ്ടതിന് വേണ്ടിയും ദൈവിക സമാധാനവും സന്തോഷവും പ്രാപിക്കേണ്ടതിന് വേണ്ടിയുമുള്ള അന്വേഷണമാണോ നടത്തുന്നത്? ഞാൻ ശരിയായ അന്വേഷണ പാതയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് പ്രാഗൽഭ്യത്തോടെ എത്ര പേർക്ക് പറയുവാനാകും? ഏതാണ് ശരിയായ അന്വേഷണ മാർഗം? അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ശരിയായ മാർഗത്തിൽ ശരിയായ രീതിയിൽ അന്വേഷിക്കുക, നിശ്ചയമായും കണ്ടെത്തും. നിങ്ങളുടെ അന്വേഷണം എങ്ങനെയുള്ളത് എന്ന് ഇന്ന് ഇപ്പോൾ തന്നെ സർവജ്ഞാനിയായ ദൈവം മുൻപാകെ തുറന്നു പറഞ്ഞ് സമ്മതിക്കുക. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. ആവർത്തനം 4-ാമത്തെ അധ്യായത്തിലാണ് ഈ വാക്യം കിടക്കുന്നത്. പ്രിയരെ, ദൈവിക സംസർഗത്തിൽ ആനന്ദത്തിൽ കഴിയേണ്ട മനുഷ്യൻ പാപത്തിന്റെ സംസർഗത്തിൽ ദുഃഖത്തിൽ കഴിയുമ്പോൾ, ആത്മീയ അധപ്പതനത്തിലും ലോക ഇമ്പങ്ങളിലും മുഴുകി ദൈവ വഴി വിട്ടു നടക്കുമ്പോൾ ദൈവം അവനെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സലിവുള്ള ഒരു പിതാവിൻ്റെ സ്നേഹം പകർന്ന് അവൻ തന്നെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും അന്വേഷിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള അവസരം നൽകിക്കൊടുക്കുന്നു. ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ദൈവഹിതമല്ല. ഞങ്ങളിപ്പോൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവവും കരുണയും ഭയവുമുള്ള പിതാവാം ദൈവത്തെ അല്ല. കാണുവാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവരായി മരവും കല്ലും കൊണ്ട് മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാരെയാണ്. ആവർത്തന പുസ്തകം 4:28 ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, മടങ്ങി വരുത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ജനത്തിൻ്റെ തൽസ്ഥിതി ഇങ്ങനെയുള്ളതായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് അവരെ ദൈവം അപ്രകാരമുള്ള സാഹചര്യത്തിലാക്കുന്നു. ജീവിതത്തിലെ അധപ്പതനാവസ്ഥകളും അരക്ഷിതാവസ്ഥകളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും തുടങ്ങി ശത്രുക്കളുടെ ഏതുവിധ ഉപദ്രവങ്ങളിലും അവർ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങുന്നു. ആവർത്തനം 4 ഇങ്ങനെ വായിക്കുന്നു,
നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവികാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്ക് അനുസരിക്കും എന്നാണ് അവിടെ കാണുന്നത്. വീണ്ടും അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്നവരോട്, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരോട് ദൈവം കരുണയുള്ള പിതാവായിരിക്കും എന്നും വാഗ്ദത്തം നൽകിയിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. പ്രിയരെ, നമ്മെ സൃഷ്ടിക്കുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം നിങ്ങൾ അന്വേഷിക്കുന്നത് നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? സ്നേഹമോ, സമാധാനമോ, ആത്മനിറവോ, ദൈവിക സംരക്ഷണമോ? നിശ്ചയമായും ദൈവത്താൽ ഇതൊക്കെയും അവകാശമാക്കുവാൻ കഴിയും. നാം അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവം നമുക്ക് ദൂരസ്ഥനല്ല, സമീപസ്ഥനായി നമ്മെ സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ, പുലർത്തുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, ചിറകിൻ മറവിൽ മറയ്ക്കുന്നവൻ ആണ്. തങ്ങൾ ആശ്രയിക്കുന്നവരെ, അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന പൂർണ്ണതയുള്ളവനായ സ്നേഹവാനായ ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ തിരിയുക. അപ്പോൾ അവൻ്റെ സംസർഗം അനുഭവിക്കുവാനും സ്നേഹസമ്പൂർണത നേടുവാനുമാണ്. അപ്രകാരമുള്ളവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ അവർക്ക് നൽകിക്കൊടുക്കുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ളവർ ഒരിക്കലും നിരാശയ്ക്ക് അടിമപ്പെടുകയില്ല. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിക്കുവാൻ, ആത്മനിറവുള്ളവരായി ജീവിക്കുവാൻ, കർത്താവെ വാഗ്ദത്തങ്ങളെ ഓരോന്നോരോന്നായി പ്രാപിക്കുവാനും, കർത്താവ് വെച്ചിരിക്കുന്ന, കർത്താവെ അങ്ങയുടെ പദ്ധതി പ്രകാരമുള്ള ആ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുവാനും തക്കവണ്ണമുള്ള ഒരു യഥാർത്ഥ അന്വേഷണം നടത്തുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കി തീർക്കുമാറാകണമേ. കർത്താവ് വ്യക്തമായി ഇടപെടണമേ, സംസാരിക്കണമേ. ദൈവാനുഗ്രഹം പ്രാപിച്ച് മഹിമയുടെ സാക്ഷികളായി തന്നെ ജീവിക്കുവാൻ ഇന്നു പകലിലും ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എങ്ങനെ ഞാൻ വന്നിട്ടു യേശുവിൻ സ്നേഹത്തിൽ, എങ്ങനെ ഞാൻ വന്നിട്ടു ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷമകലർത്തുമെന്നേ ക്ഷമമായി പോറ്റിടുന്നു, ക്ഷമകലർത്തുമെന്നേ ക്ഷമമായി പോറ്റിടുന്നു. യേശുവിൻ കരുതലിനാം സ്തുതികൾ മുഴക്കിടാം, യേശുവിൻ കരുതലിനാം സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ശോകത്തിൽ നിന്ന്